ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നാഷണൽ ജനതാദൾ 2, 3 തീയതികളിൽ ആശീർവാദ് ഭവനിൽ വെച്ച് നടത്തുന്ന ഒരു ശില്പശാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാഷണൽ ജനതാദൾ കാലങ്ങളായി UDFനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ശില്പശാലയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുഗതൻ മാലിയങ്കര നിങ്ങളോട് ആദ്യം വിവരങ്ങൾ പറയുന്നു. ഈ ശില്പശാലയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉള്ള സ്റ്റഡി ക്ലാസ്സാണ് നടത്തുന്നത്. അതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യത്തിൻ്റെ മുന്നോടിയായിട്ട് അതിനകത്ത് ആരെല്ലാം ഈ കേരള സംസ്ഥാനത്ത് ഏതെല്ലാം ഭാഗത്ത് UDFനോട് കൂടി നിന്നുകൊണ്ട് ആരെല്ലാനും മത്സരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളാനുള്ളൊരു വേദിയാണ് ഈ ശില്പശാല. അപ്പോൾ ആ ശില്പശാല 3-ാം തീയതി 12 മണിക്ക് VD സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവരുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം 12 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങൾ 200-ൽ പരം ആളുകൾ അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്നൊരു പരിപാടിയാണത്. ഒരു പൊതുസമ്മേളനത്തിൻ്റെ സ്വഭാവം അതിനില്ല. ഒരു ശില്പശാല എന്ന് വെച്ചാൽ അത്രയും ആളുകൾക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ് ഞങ്ങളങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിലും ജനത്തിൻ്റെ മുമ്പിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ശില്പശാല ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആനുകാലിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഇതാണ് പ്രധാന മൂല്യങ്ങൾ എന്ന് പറയുന്നെങ്കിലും ഇതിൽ മൂന്നിലും മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നിങ്ങളുടെ മീഡിയ വാർത്തകളെല്ലാം തന്നെ മതേതരത്വത്തിന് എതിരായിട്ടുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്നത് ഇത് ഇന്ത്യയിലെ അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ നടക്കുവാണെങ്കിൽ ഈ മതേതരത്വ മേഖലകളിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഇപ്പോൾ ഭരിക്കുന്ന BJP മാത്രമല്ല, ഇവിടുത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയത്തിലാണേലും മതേതരത്വത്തിന് പകരം ഈ തീവ്രവാദം നല്ല നിങ്ങൾ പറഞ്ഞത് മതത്തിനെ ഉപയോഗിച്ചുള്ള ഇപ്പം ഓരോ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പാണേലും നിലമ്പൂർ തെരഞ്ഞെടുപ്പാണേലും വടകര തെരഞ്ഞെടുപ്പാണേലും എന്തിനേറെ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ പോലും ഒരു വർഗീയ ഒരു മതത്തിൻ്റെ ആളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് LDF എടുക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ BJP എന്താണോ ചെയ്യുന്നത് അതിൻ്റെ വേറൊരു തലത്തിലുള്ള പ്രവർത്തന മേഖലയാണ് ഇന്ന് ഇവിടെയും നടക്കുന്നത്. 6-10 വോട്ട് കിട്ടുമോ അവരെ കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആളുകളെ വികാരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പോലും പറഞ്ഞു വരുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജനതാദൾ പോലെ ഞങ്ങളുടെ ആളുകൾ ഒത്തിരിയൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ആശയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അത് മതേതരത്വത്തിൻ്റെ കാര്യത്തിലായാലും ഇനി സോഷ്യലിസം, ഇന്നെവിടെയാണ് സോഷ്യലിസം ഉള്ളത്? അദാനിയും മാർക്സിസ്റ്റ് പാർട്ടിയും പാർട്ട്ണർമാരാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വരുന്നത്. അദാനിയുടെ പാർട്ട്ണർ മാർക്സിസ്റ്റ് പാർട്ടി. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അവരുടെ നേതാക്കന്മാർ പറയുക. അപ്പോൾ പിന്നെ ഫാസിസം എന്ന് പറയുന്നത് ഇന്ന് ഭരിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, പുൽവാമയിൽ യുദ്ധമുണ്ടായി, അയ്യോ എന്തിനാ യുദ്ധം എന്ന് ചോദിച്ചാൽ ദേശദ്രോഹി, അല്ലെങ്കിൽ പാകിസ്ഥാനെ നമ്മൾ ബോംബിട്ടോ എന്ന് ചോദിച്ചാലും ദേശദ്രോഹിയാണ്. അപ്പോൾ BJP നേതാക്കന്മാർ എന്ത് പറഞ്ഞോ അതിനെ നമ്മൾ മിണ്ടാതെ അംഗീകരിച്ചാൽ നമ്മൾ ദേശഭക്തരായി മാറുന്ന ഒരു കാലഘട്ടം. ഇവിടുത്തെ സർക്കാരിനെ നോക്ക്, മെഡിക്കൽ കോളേജിൽ ഭിത്തി മറിഞ്ഞു വീണു, അന്നേരം അവൻ കേരളത്തിനെതിരാ. കറണ്ട് അടിച്ചു വെച്ച് ഒരു കൊച്ചു മരിച്ചു, അവൻ കേരളത്തിനെതിരാ.
അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ തകർച്ചയുണ്ടായി, അത് കേരളത്തിനെതിരാ. അപ്പോൾ നമ്മൾ ഭരിക്കുന്ന ആളുകൾക്ക് എതിരെ എന്ത് സംസാരിച്ചാലും ഇത് പഴയ ബൂർഷ മേഖലകളിലെ കാലഘട്ടമാണ് ആ ഒരു രീതി. കാരണം ജന്മി കുടിയാന്മാരുടെ കാലത്ത് ജന്മി പറയുന്നതിന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അതിലേക്കാണ് പോയിരിക്കുന്നത്. അത് BJP ആയാലും കൊള്ളാം, ഇവിടുത്തെ മാർക്സിസ്റ്റ് ഭരണമായാലും കൊള്ളാം. പിണറായി വിജയനെ ഒന്ന് വിമർശിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അപ്പോൾ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ജനതാദളിൻ്റെ പ്രസക്തിയും പറയുന്നത്. ഞങ്ങൾ ആളുകളുടെ കൂട്ടമല്ല, ഉന്നയിക്കുന്ന കാര്യങ്ങളിലെ ദൃഢത, കൃത്യത, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം നാളുകളിൽ ഇന്നിപ്പം പിള്ളേർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതൊക്കെയാലും സന്തോഷമുണ്ട്, എല്ലാവരും തലമുടി കറുത്തവരൊക്കെയാണ്. ഇന്ന് എവിടെയെങ്കിലും പോയാൽ പിള്ളേരെ കാണാനുണ്ടോ? ഞങ്ങൾ തന്നെ വിഷമിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ഇന്ത്യയിൽ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ആർക്കും പ്രതീക്ഷയില്ല, ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാത്ത ഒരു യുവജനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. കർഷകരില്ല, കർഷക തൊഴിലാളികളില്ല. ഇതെല്ലാം ഏച്ചുകെട്ടി വന്നിരിക്കുന്ന ഒരു കോർപ്പറേറ്റിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ജീവിക്കുക. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും റിലയൻസിൻ്റെ ഷോറൂം തുറന്നിരിക്കുന്ന കാലഘട്ടമാണ്. 10,000-15,000 രൂപയ്ക്ക് അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ പറയുന്നത് കാർഷിക മേഖലയെ, കാരണം കാർഷിക അടിസ്ഥാനം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുക. നമുക്ക് ചിന്തിക്കുക, ഞാൻ ജീവിക്കുന്ന പഞ്ചായത്തിൽ 3000 ഏക്കർ കൃഷി ചെയ്തുകൊണ്ടിരുന്നൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ പുഞ്ചകൃഷി ചെയ്തത് 500 ഏക്കർ മാത്രമാണ്. അപ്പോൾ 500 ഏക്കർ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടം 3000 ഏക്കർ അവിടെ ചെയ്യുവാണെങ്കിൽ 15,000 മിനിമം 5 പണിക്കാരെ വെച്ചാൽ 15,000 തൊഴിലവസരങ്ങളുണ്ടാവും. 15,000 തൊഴിലവസരങ്ങളെ ഇൻറ്റു 1000, ഒരാളുടെ 1000 കൂലി കൂട്ടിയാൽ 1.5 കോടി രൂപ എടുത്ത് അവിടെ ആ പഞ്ചായത്തിൽ സാമ്പത്തിക റൊട്ടേഷൻ ഉണ്ടായേനെ. അപ്പോൾ അതിനകത്ത് നിന്ന് നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം ഏതാണ്ട് 18 കോടിയോളമാണ് ഞാൻ കണക്കൂട്ടിയത് ഒരു പഞ്ചായത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ GDPയെ തകർക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയാൻ ആരുണ്ട്? ഇത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ, ഇപ്പം നമ്മൾ ത്രിതല പഞ്ചായത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ ആളുകൾക്ക്, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകളോട് നമ്മൾ പറയുന്നതാണ്, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പഞ്ചായത്തിലാണ്. ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരാൾ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഈ രാഷ്ട്രീയങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ദോഷവശങ്ങളും ഗുണവശങ്ങളും പറയേണ്ടതും പ്രതികരിക്കേണ്ടതും ജനങ്ങളാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് പഞ്ചായത്ത്. കാരണം നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും ഇലക്ഷൻ മത്സരിക്കുന്നവരെല്ലാം കൈകൂപ്പി പോകുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഇത് നേരിട്ട് സമ്പാദിക്കാൻ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ആളുകളോട് പറയാൻ പറ്റും, നമ്മളുടെ നിലപാടുകൾ വ്യക്തമാക്കാം. അങ്ങനെ നിലപാടുകൾ മുമ്പ് ഒരു സ്വരാജ്യം, ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, ഗ്രാമീണ ജനതയെ ഉദ്ധരിക്കാതെ ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കില്ലെന്ന്. ഇതാ ഇന്ന് ഇന്ത്യ തിരിച്ചു പോവുക. ഗ്രാമങ്ങളിലല്ല വികസനം നടക്കുന്നത്. എല്ലാം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചുകൂട്ടി അവിടെ ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരിക. അറിയാമല്ലോ, 1970 കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ കുടിയേറ്റങ്ങളായിരുന്നു. കുടിയേറ്റങ്ങളും ഗ്രാമങ്ങളിലേക്ക് ആളുകൾ പോകുന്നു, കൃഷി ചെയ്യുന്നു, ആ പ്രദേശം വികസിക്കുന്നു. ഇന്ന് കുടിയിറക്കത്തിൻ്റെ സമയമാണ്. നമ്മൾ കുടിയേറുന്നത് ഇങ്ങോട്ടാണ്, ഇന്ത്യയിലേക്കല്ല, യൂറോപ്യൻ കൺട്രികളിലേക്കാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ചർച്ചയിലേക്ക് വരണം. നമ്മൾ ദിവസവും നോക്കുക, ഏത് വിഷയത്തിലാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങേണ്ടത്? വിദ്യാഭ്യാസ മേഖലയോ, കാർഷിക മേഖലയോ, ആരോഗ്യ മേഖലയോ, പൊതുമരാമത്ത് മേഖലയോ, പഞ്ചായത്ത് മേഖലയോ, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഞാൻ കൃഷിക്കാരനാണ്. നെല്ല് വെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു കലണ്ടർ പുതിയതായിട്ടുണ്ടാക്കിയാണ്, ഒരാഴ്ച സമരം ചെയ്യാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി സമരം ചെയ്യണം. അതിന് 2 ദിവസം മുമ്പ് നെല്ല് എടുക്കാൻ വേണ്ടി സമരം ചെയ്യണം. അപ്പം കർഷകരുടെ കലണ്ടറുകളിൽ ഇങ്ങനെ മാറി മാറി വരിക. എന്നറിയാലോ, തേങ്ങയുടെ വില 100 രൂപ എടുത്തു, എണ്ണയുടെ വില 500 ആയി. ആർക്കെങ്കിലും കർഷകന് പ്രയോജനമുണ്ടോ? 200 പേര്. മൂന്നാം തീയതി VD സതീശൻ ഏതാണ്ട് 12 മണിയോടുകൂടി ശില്പശാലയിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.